ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ കുംഭമേള, മഹാകുംഭമേള, പ്രയാഗ്രാജ് മഹാകുംഭമേള 2025 വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഈ നൂറ്റാണ്ടിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഞങ്ങളെത്തിയത് പ്രയാഗ്രാജ് ചിവ്കി റെയിൽവേ സ്റ്റേഷനിലാണ്. ഞങ്ങളോടൊപ്പം ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരാളും കൂടെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രയാഗ്രാജ് ചിവ്കി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ഹായ് ഡിയർ, പ്രയാഗ്രാജ് മഹാകുംഭമേളയിലേക്ക് സുസ്വാഗതം. ഇനി നമുക്ക് ഒന്നിച്ച് യാത്ര തുടരാം. പ്രയാഗ്രാജ് ചിവ്കി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്ത് കിടക്കണം. ഒരുവിധം വലിയ റെയിൽവേ സ്റ്റേഷനാണിത്. അതുപോലെ തന്നെ നല്ല തിരക്കുമുണ്ട്. ഇത് എൻ്റെ അനിയത്തിയാണ്. ആദ്യമായിട്ടാണ് പുള്ളിക്കാരി നോർത്തിലേക്ക് വരുന്നത്. ഞങ്ങളും ആദ്യമായിട്ടാണ് പ്രയാഗ്രാജിലേക്ക് വരുന്നത്. രാവിലെ 8:15 പ്രയാഗ്രാജ് ചിവ്കിയിലെത്തേണ്ട ട്രെയിനാണ് ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ എത്തിയത്. അങ്ങനെ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ സംഗമ സ്ഥലത്തേക്ക് പോവുകയാണ്. വഴി നീളെ കാൽനടയായിട്ട് പോകുന്ന ഒരുപാട് ആളുകളെ കാണാമായിരുന്നു. ഞങ്ങൾക്ക് അല്പം ലഗേജ് ഉണ്ടായിരുന്നു. ഇത് കുംഭമേളയിൽ സ്നാനത്തിന് ശേഷം തിരിച്ചു പോകുന്ന ആളുകളാണ്. 2 വീലർ ഇഷ്ടം പോലെയുണ്ട്, ഓട്ടോയും ഉണ്ട്. പക്ഷേ ബസ്സുകളൊന്നും അങ്ങനെയൊന്നും അധികം കാണാൻ കഴിഞ്ഞില്ല. രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഉച്ചയാകുമ്പോഴത്തേനും നല്ല വെയിൽ, വൈകുന്നേരം ആകുമ്പോഴത്തേനും വീണ്ടും നല്ല തണുപ്പാണ്. വഴിയിലുടനീളം കുംഭമേളയുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ്. കണ്ടില്ലേ, നല്ല പോസ്റ്ററുകളെല്ലാം. ഇതൊക്കെ കുംഭമേളയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളാണ്. ആളുകളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. കുംഭമേള സ്നാന സ്ഥലത്തേക്ക് ആളുകൾ നടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. തിരിച്ചു പോരുന്നവരുമുണ്ട്. ഇതൊരു അമ്മൂമ്മയാണ്. കുംഭമേള സ്നാനത്തിന് ശേഷം വരുന്നതാണ്. എന്ത് ഉഷാറോടെയാണ് പുള്ളിക്കാരൻ നടന്നു വരുന്നതെന്ന് കണ്ടില്ലേ. ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ സൗണ്ട് അത്ര ക്ലിയർ അല്ല, നിങ്ങൾ ക്ഷമിക്കുമല്ലോ. സൗണ്ട് ക്ലിയർ ആകാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ വൈകിയത്. കാൽനടയായിട്ട് പോകുന്നവരുടെയും വരുന്നവരുടെയും നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓട്ടോയിൽ പോകാനാണെങ്കിൽ പോലും ബുദ്ധിമുട്ടായിരുന്നു. ജനുവരി 13 കുംഭമേള ആരംഭിച്ചത്. അന്നത്തെ ദിവസം ഷാഹി സ്നാനം ഉണ്ടായിരുന്നു. 14 സംക്രമ ദിവസമായിരുന്നു. 29 തീയതി ആകട്ടെ മൗനി അമാവാസ്യയായിരുന്നു. 3 തീയതി ഫെബ്രുവരി ആകട്ടെ വസന്ത പഞ്ചമി. അങ്ങനെയാണ് ഞങ്ങൾ കുംഭമേളയിൽ തിരക്കില്ലാത്ത ദിവസം നോക്കിയാണ് ഞങ്ങൾ പുറപ്പെട്ടത്. പക്ഷേ എല്ലാവരും ഇങ്ങനെ തിരക്കില്ലാത്ത ദിവസം നോക്കി പുറപ്പെട്ടപ്പോൾ അതൊരു വലിയ തിരക്കായി മാറി. ഞങ്ങൾ ചെന്ന ദിവസം എന്തായാലും അവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. 12 തീയതി മാഘ പൂർണിമയാണ്. ഫെബ്രുവരി 9 ഞായറാഴ്ചയാണ് ഞങ്ങൾ മഹാകുംഭമേളയിൽ സ്നാനം ചെയ്യാനായിട്ട് എത്തിയത്. അന്നൊരു ഒഴിവ് ദിവസമാണല്ലോ, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്രയധികം തിരക്ക്. ത്രിവേണി സംഗമത്തിൽ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും തിരക്ക് കുറഞ്ഞ ഒരു ഘാട്ടിലേക്കാണ് പോയത്. ഞങ്ങൾ പോയത് ഗംഗാ ഘാട്ടിലാണ്. ഓട്ടോയിൽ ചെന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് ദൂരം നടക്കാനുണ്ട്. മണൽത്തിട്ടയിലൂടെ 2-3 കിലോമീറ്റർ നടക്കാനും 2 വീലർ സൗകര്യത്തിനുമായിട്ട് ഇരുമ്പ് പലക ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. നദി വരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് നടക്കുമ്പം ഒരു സൗകര്യമുണ്ട്. കണ്ടില്ല, ഇരുമ്പ് പലക ഇങ്ങനെ നോക്കിയാൽ കാണാവുന്നതാണ്. അതിലൂടെ നടക്കുമ്പം ഒരു സൗകര്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഗംഗാ ഘാട്ട് എത്താറായി. ഏകദേശം സന്ധ്യയായി എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ 33 ദേവതമാരെ വന്ദിച്ച് ഗംഗാനദിയിൽ സ്നാനം ചെയ്യുന്നതിനായിട്ട് ഇറങ്ങി. 12 തവണ മുങ്ങണം എന്നാണ് പറയപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ 12 വർഷം കൂടുമ്പോഴാണ് കുംഭമേള നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മുങ്ങുമ്പോഴും 12 എന്നുള്ള ഒരു കണക്ക് അനുസരിച്ച് വേണം മുങ്ങാനായിട്ട്. സാധാരണ കുംഭമേള 12 വർഷം കൂടുമ്പോഴാണ് നടക്കാറുള്ളത്. പക്ഷേ 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ കുംഭമേളയിൽ എല്ലാ യോഗങ്ങളും ഒത്തുചേർന്ന് വന്നിരിക്കുകയാണ്. 144 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ എല്ലാ യോഗങ്ങളും ഒത്തുചേർന്ന് വരുന്ന ഒരു കുംഭമേള വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നൂറ്റാണ്ടിലെ ഈ മഹാകുംഭമേളയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. കുംഭമേളയിൽ 33 ദേവതമാരുടെ അനുഗ്രഹം നിറഞ്ഞ ആ കുംഭമേളയിൽ കുളിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ അനുഭൂതി, ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഞങ്ങൾ ദീപം തെളിയിച്ചു. 33 ദേവതമാരും കർപ്പൂര ആരതിയും ചെയ്ത് വന്ദിച്ചു. ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ 10-15 ദേവതമാരെയാണ് നമ്മൾക്ക് അനുഗ്രഹം ഉണ്ടാകും. ഈ മഹാകുംഭമേളയിൽ 33 ദേവതമാരുടെ അനുഗ്രഹം ഒന്നിച്ച് നിറഞ്ഞു നിൽക്കുന്ന ആ ദിവ്യ അന്തരീക്ഷത്തിൽ ഭഗവാനെ വൈകുന്നേരമായപ്പോൾ പ്രത്യേകിച്ച് ദീപവും ദീപാരാധനയും കർപ്പൂര ആരാധനയും നമുക്ക് നടത്താൻ കഴിഞ്ഞത് ജന്മജന്മാന്തര സുഹൃതമായിട്ടാണ് എനിക്ക് തോന്നിയത്.
ഗംഗാ നദിയിൽ നിന്നും ജലവും ചില ആളുകളൊക്കെ ആട്ടെ ഗംഗാ നദിയിൽ നിന്നും മണ്ണും എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അവരുടെ വീടുകളിൽ എത്തിച്ച് അത് പൂജാമുറിയിൽ വെക്കേണ്ട സാധനങ്ങളാണ്. മീനൂട്ട് നടത്തി ഓരോ നദിയിലും മാധവ സാന്നിധ്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മീനിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യകരമായ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ ഈ നൂറ്റാണ്ടിലെ മഹാകുംഭമേളയിൽ ഭാഗമാകുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. ഞങ്ങളുടെ റിട്ടേൺ ട്രെയിൻ രാത്രി 9:15 പ്രയാഗ്രാജ് ജംഗ്ഷനിൽ നിന്നും കാശിയിലേക്ക്. ആ ട്രെയിൻ ലേറ്റായി 11 മണിക്കാണ് എന്നാണ് പറഞ്ഞത്. നമ്മളിവിടുന്ന് നേരെ പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ 11 മണിയാകുമ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ കഴിയുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയും പൂജയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ്. അപ്പോൾ അതായത് ഞങ്ങൾ ദിവസത്തിൽ ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല. ഞങ്ങൾക്കൊരു വിശപ്പാട്ടെ ദാഹമായിട്ട് ക്ഷീണമായിട്ട് ഒന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. ഞങ്ങൾ ഏതോ ഒരു മായാലോകത്തിലായിരുന്നു എന്ന് വേണം പറയാം. 33 ദേവതമാരുടെ അനുഗ്രഹം അതാണിങ്ങനെ റേസായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അത് ഒരുപാട് ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അത്രയും ചുറ്റുവട്ടത്തിലുള്ള ആളുകൾക്ക് ഒരു ക്ഷീണമാട്ടെ ബുദ്ധിമുട്ടാട്ടെ ഒരു നെഗറ്റീവ് എനർജിയും അവരെ തൊടുവാൻ പോലും കഴിയില്ലാത്തത്. അതുകൊണ്ടാണ് അവിടെ പോകുന്ന മനുഷ്യന്മാരെല്ലാം ഇത്രയും ഊർജ്ജസ്സോടെയും തേജസ്സോടെയും നടന്നു പോകുന്നത്. എങ്കിലും വഴി തെറ്റുകയോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കുടൻ പോലീസ് സഹായം തേടാവുന്നതാണ്. 24 മണിക്കൂറും ഇവരുടെ സഹായം നമ്മൾക്ക് ലഭിക്കുന്നതാണ്. രാത്രി ഏകദേശം ഞങ്ങൾ 9 മണിയൊക്കെ ആയി അവിടുന്ന് വിടുമ്പോൾ, എന്നിട്ടും ആളുകൾ ഘാട്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഘാട്ടിൽ നിന്നും തിരിച്ചു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു രാത്രിയാണ് എങ്കിൽ പോലും. അങ്ങനെ രാത്രി വ്യൂവും കൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പകൽ വ്യൂവും കണ്ടു, അതോടൊപ്പം നമ്മൾ രാത്രി വ്യൂവും കണ്ടു. ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേനും സന്ധ്യ മയങ്ങിയിരുന്നു. ഗംഗാ ഘാട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് നന്ദിദ്വാർ ഉള്ളത്. ഞങ്ങൾ വരുന്ന വഴിക്ക് 2-3 സ്ഥലത്ത് ഭണ്ഡാര നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ട്രെയിന് പിടിക്കണമല്ലോ, അതുകൊണ്ട് എവിടെയും നിന്നില്ല, നേരെ വെച്ച് പിടിച്ചു. മൊബൈൽ ചാർജൊക്കെ ഏകദേശം തീരാൻ പോവുകയാണ്. മാക്സിമം അതുകൊണ്ട് നമുക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമോ അത്രത്തോളം വീഡിയോ എടുക്കണം. റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം 1 കിലോമീറ്റർ ദൂരെ കൊണ്ടുവന്ന് ഓട്ടോക്കാരൻ ഞങ്ങൾ നിർത്തി കുറച്ച് ദൂരം നടന്നു. എന്നതിന് ശേഷം ഞങ്ങൾക്ക് സൈക്കിൾ റിക്ഷയിൽ വരാൻ കഴിഞ്ഞു. അതിനുശേഷം പിന്നെയും കുറച്ച് ദൂരം ഞങ്ങൾ നടന്നു. എന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയത്. ഓട്ടോ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ്റെ 1 കിലോമീറ്റർ ദൂരെ കൊണ്ടുവന്ന് നിർത്തി. അപ്പോഴത്തേനും ഏകദേശം 11 മണിയായി എന്ന് ഓർക്കണം. 11 മണിയായ സമയത്ത് രാത്രിയായല്ലോ. അപ്പോൾ അവിടെയെല്ലാം വഴിയരികിലുള്ള ആളുകൾ റോഡരികിൽ തുണി പിരിച്ച് അതിൽ കിടന്ന് ഉറങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാനായിട്ട് ഏതോ വളഞ്ഞ വഴിയിലൂടെയാണ് ഇവർ തിരിച്ചുവിട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ തിരക്ക് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ അവർ തിരിച്ചുവിട്ടത്. ഇതിൽ ടിക്കറ്റ് റിസർവ് ചെയ്തവരെയും ചെയ്യാത്തവരെയും 2 വഴിയിലൂടെ തിരിച്ചുവിട്ടു. അങ്ങനെ വന്ദേ മാതരം പ്ലാറ്റ്ഫോം, അതായത് 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ എത്തുമ്പോഴത്തേനും സമയം 12 മണി ആയി കഴിഞ്ഞിരുന്നു. വണ്ടിയുടെ സമയം 12:45 കാണിച്ചത്. അതുകൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടു. എന്തോ ദൈവാനുഗ്രഹം, അതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി. കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയാൽ ഈ 3-4 കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. എൻ്റെ കുംഭമേള വിശേഷം നിങ്ങളിൽ ആർക്കെങ്കിലും ഉപകരിക്കുമെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. കുംഭമേള വിശേഷ വീഡിയോ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി അടുത്ത വിശേഷം കാശി വിശ്വനാഥ്. ഹര ഹര മഹാദേവ്.